സുവിശേഷത്തിന്റെ പൊള്ളുന്ന വയലേലകൾ താണ്ടി ഇതാ അനേകം വൈദികർ ദൈവരാജ്യത്തിനായി സഞ്ചരിക്കുന്നു. ക്രിസ്തുവിന്റെ ദിവ്യമാം പ്രകാശം അവർ ഇരുൾ വീഴുന്ന പാതകളിൽ തെളിക്കുന്നു. ഇത് നാഗപ്പൂർ രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറും മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറുമായ ഫാദർ ലിൻഡോ ചിറ്റിലപ്പള്ളി. തൃശൂർ സ്വദേശിയായ ഫാദർ ലിൻഡോ താൻ സേവനം ചെയ്യുന്ന സുവിശേഷ വയലുകളെക്കുറിച്ചും തന്റെ ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. ലിൻഡോ അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലെ അച്ഛനോടൊപ്പമുള്ള ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാദർ ലിൻഡോ പീറ്റർ അല്ലേ, ചിറ്റിലപ്പള്ളി കുടുംബാംഗം, തൃശ്ശൂരിൽ. അച്ഛൻ്റെ ഇടവകയുടെ പേര് ഞാൻ പറഞ്ഞു, പുറനാട്ടുകര ഇടവകാംഗമാണ്. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ആദ്യ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അപ്പച്ചൻ, അമ്മച്ചി, അനിയൻ്റെ ഭാര്യ, ഒരു കുഞ്ഞുവാവ വീട്ടിലുണ്ട്. അച്ഛൻ സാധാരണ ഒരു പക്ഷേ വൈദിക ജീവിതത്തിലേക്ക് ആളുകൾ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 30ാമത്തെ വയസ്സിലാണ് അല്ലേ വൈദിക പരിശീലനത്തിൽ ചേരുന്നതും. 2015 മെയ് 9 വൈദികനായി തിരുപ്പട്ടം നാഗ്പൂർ രൂപതാംഗമായി. നാഗ്പൂർ രൂപതയിലെ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ ആർച്ച് ബിഷപ്പ് എബ്രഹാം പെരുതുറങ്ങര പിതാവിൻ്റെ കയ്യിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച്. അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കുടുംബത്ത് കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വന്ന കാലം മുതൽ കുടുംബാംഗങ്ങളെല്ലാവരും ആ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് അച്ഛൻ്റെ ജീവിതത്തിലെ ആത്മീയ അടിത്തറയുടെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ നിങ്ങൾ കരിസ്മാറ്റിക് കൺവെൻഷനുകളും ധ്യാനങ്ങളും ഒരുമിച്ച് കൂടുകയും കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, 4 മണിക്ക് എഴുന്നേൽക്കും എന്നൊക്കെയാണ് അച്ഛൻ അല്ലേ ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ചിന്ത. പിന്നീട് അച്ഛൻ പറഞ്ഞു ജീസസ് യൂത്തിലൂടെയുള്ള ഒരു ജീവിതമാണ് അച്ഛൻ്റെ വിശ്വാസ വഴിക്ക് കുറച്ചുകൂടെ ഒരു നൽകിയത്. പിന്നീട് അച്ഛനൊരു ദൈവവിളിയിലേക്ക് പതിയെ വരികയും ധീരജ് സാബു അച്ഛൻ, IMSലെ ധീരജ് സാബു അച്ഛൻ്റെ സഹായത്തോടു കൂടി നടന്നൊരു ധ്യാനത്തിലാണ് വൈദികനാവാനുള്ള ഫൈനൽ തീരുമാനത്തിലേക്ക് അച്ഛൻ എത്തുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞ് ഒരു കാര്യം കൂടി ആവർത്തിച്ചിട്ട് നമുക്ക് പുതിയ ചോദ്യത്തിലേക്ക് പോകാം. അച്ഛൻ പറഞ്ഞു വൈദികനായിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിട്ട് അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞത് ദിവ്യബലി അർപ്പിക്കാൻ പറ്റുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു സ്രോതസ്സും ശക്തിയെല്ലാം അത് തന്നെയാണ്. അച്ഛൻ, ഞാൻ എൻ്റെ ചോദ്യം ഇവിടെ ഈ സമയത്ത് ചോദിക്കുന്നത്, അച്ഛൻ സാധാരണ ഒരു വൈദികരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി അനുഗ്രഹമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വൈദിക പരിശീലനത്തിൻ്റെ സമയത്താണ് അല്ലെങ്കിൽ വൈദികനായതിനു ശേഷമാണ് കൂടുതൽ വൈദികർക്കും ഒരു മിഷൻ എക്സ്പീരിയൻസിലേക്കൊക്കെ ഒരു ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് വൈദിക പരിശീലന കാലഘട്ടത്തിൽ പോവുക, അല്ലെങ്കിൽ ഒരു വൈദികനായതിനു ശേഷമാണ് പലപ്പോഴും ഒരു മിഷൻ എക്സ്പീരിയൻസൊക്കെ കിട്ടുക. അച്ഛൻ്റെ കാര്യം വ്യത്യസ്തമാണ്. ഈ 30ാമത്തെ വയസ്സിൽ വൈദിക പരിശീലനത്തിന് ചേരുന്നതിന് മുമ്പേ തന്നെ വർഷങ്ങളുടെ ഒരു പ്രേക്ഷിതാനുഭവം, മിഷൻ എക്സ്പീരിയൻസ് ഇന്ത്യയുടെ അത്രയും ടഫായിട്ടുള്ള മിഷൻ ലാൻഡുകളിൽ നിന്ന് അച്ഛന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അച്ഛൻ്റെ ജീവിതത്തെ സഹായിച്ചു എന്ന് തോന്നുന്നത്? ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്ന് പറയാമോ? ഒരു മിഷണറി ആകുക എന്നുള്ളതിൻ്റെ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ അതിനോടുള്ള ആഗ്രഹം ജനിപ്പിച്ചത് തീർച്ചയായും ജീസസ് യൂത്താണ്. ജീസസ് യൂത്ത് ഈസ് എ മിഷണറി മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു മിഷണറി ആകാനുള്ള ഒരു തീക്ഷ്ണത നൽകിയത് തീർച്ചയായിട്ടും ജീസസ് യൂത്താണ്. കാരണം ഒരു ജീസസ് യൂത്തിലെ ഫുൾ ടൈമർ ആകുന്നതിന് മുൻപേ ജീസസ് യൂത്തിൻ്റെ മറ്റേത് പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോഴും ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുമ്പോഴും ഒരു മിഷണറി ആകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അന്നൊന്നും ഒരിക്കലും ഒരു സോൺ വിട്ട് അല്ലെങ്കിൽ സബ് സോൺ വിട്ട് അല്ലെങ്കിൽ ഇടവക വിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. മിഷണറി ആയി പ്രവർത്തിക്കാൻ പറ്റുന്നതിൻ്റെ സാധ്യതയോ അതിനെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങളോ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഒരു ഫുൾ ടൈമർ ആയതിനു ശേഷമാണ് ഞാനായിരിക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ദൈവം വിളിക്കുന്ന ഏതൊരു സ്ഥലത്തേക്കും കടന്നു നിന്ന് മിഷണറി ആകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉള്ളിലേക്ക് വരുന്നത്. അതൊരു ഫുൾ ടൈമർഷിപ്പിലൂടെയാണ് ആദ്യമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഞാൻ യാത്ര ചെയ്ത് അങ്ങ് 4 ദിവസത്തെ യാത്രകൾക്ക് ശേഷം ഈ ഒരു ദിബ്രുഗഡ് എന്ന സ്ഥലത്തേക്ക് എത്തുകയും പിന്നീട് അവിടെയുള്ള അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ ഉള്ള പ്രവർത്തന രീതിയെല്ലാം ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു മിഷണറി ആകും, ഞാൻ വേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ തയ്യാറാകും എന്ന് എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കടന്നു വരുന്നത് ജീസസ് യൂത്തിലെ ഈ ഒരു ഫുൾ ടൈമർഷിപ്പിന് ശേഷമാണ്. ആ ഒരു സമയത്താണ് ജീസസ് യൂത്തിൻ്റെ നാഷണൽ ഓഫീസിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. അന്ന് റൈജു ചേട്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്ന് അവിടെ ഒരു ആ മിഷണറിയുടെ
യഥാർത്ഥ ഒരു ആത്മായ മിഷണറി എങ്ങനെ പ്രവർത്തിക്കാം, എങ്ങനെ വൈദികരുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്നെല്ലാം ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കാനും അതറിയാനും സാധിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ്. പലപ്പോഴും മിഷണറി യാത്രകൾ തീർച്ചയായും വളരെയധികം ശരിയായൊരു മിഷൻ യാത്രകളൊക്കെയായിരുന്നു. ചിലപ്പോഴെല്ലാം വസ്ത്രങ്ങൾ 1-2 വസ്ത്രങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യാത്രക്കൂലിക്ക് പോലും പണമില്ലാതെ, ഭക്ഷണമില്ലാതെ ചിലപ്പോഴെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങുകയും, അതല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ലാതെ ഇരിക്കുന്ന സമയത്തെല്ലാം ദൈവം അത്ഭുതകരമായ വഴി നടത്തി. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം വഴി നടത്തുന്നതിനായിട്ട് മുൻപേ അനേകം ദൂതന്മാരെ അയക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞ സമയങ്ങളായിരുന്നു. അത് ഇന്ന് ഒരു മിഷണറി ആയിട്ട് ഞാനിപ്പോൾ നാഗ്പൂർ രൂപതയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ പലപ്പോഴും ചില സമയത്തെല്ലാം എങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറാണ്. അപ്പോൾ കുട്ടികളെ കണ്ടെത്താനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ ഒരു മിഷണറി ആയി പ്രവർത്തിച്ചതിൻ്റെ പല അനുഭവങ്ങളും ഇന്ന് സ്വാധീനിക്കാറുണ്ട്. കാരണം അവരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ഒരംഗമായിട്ട് താമസിക്കാൻ, പലപ്പോഴും ഒറീസയിലും ജാർഖണ്ഡിലെല്ലാം ചെല്ലുമ്പോൾ അവരോടൊപ്പമായിരിക്കുവാനായിട്ട്, ഇവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കില്ല. പലപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല ചൂടേറിയൊരു സമയത്താണ്. പക്ഷെ അതൊന്നും എൻ്റെ ഉള്ളിലെ ഒരു മിഷണറി ആയി പ്രവർത്തിക്കാനായിട്ട് ഒന്നും തടസ്സമായി നിൽക്കണം. കാരണം ഇതാണ്, മുൻപേ അന്ന് പ്രവർത്തിച്ച പല മേഖലകളും ഇതെൻ്റെ സ്വന്തം വീടാണ്, ഇതെൻ്റെ സ്വന്തം നാടാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ തമ്പുരാന് വേണ്ടിയിട്ടുള്ളതെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ന് ഒരു വൈദികനായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. ഏറെ സന്തോഷം വെച്ചാൽ, കാരണം അത്തരത്തിലൊരു പ്രേക്ഷിത തീക്ഷ്ണതയോടെയുള്ള ഈ വാക്കുകൾ കേൾക്കുന്നത് തന്നെ ഏറെ സന്തോഷമാണ്. ഞാൻ മറ്റൊരു കാര്യം അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ വർഷങ്ങളുടെ ഒരു ചെറുപ്പക്കാരുടെ ഒപ്പം ജീവിച്ച ഒരാൾ, ചെറുപ്പക്കാരനായ ഒരാൾ, ഇന്നും ചെറുപ്പക്കാരനാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അച്ഛന് ചെറുപ്പക്കാർക്കുള്ള ഫോർമേഷനിൽ, അച്ഛൻ മുമ്പ് ആദ്യ എപ്പിസോഡിൽ എപ്പോഴും സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്തിലെ വിവിധ പ്രോഗ്രാമുകൾ പങ്കെടുക്കുക മാത്രമല്ല, പ്രോഗ്രാമുകൾ നടത്തിപ്പുകാരൻ, ഫുൾ ടൈമേഴ്സ് ട്രെയിനിങ് ടീമിൽ അച്ഛനുണ്ടായിരുന്നു. അച്ഛന് മുമ്പ് സൂചിപ്പിച്ച പോലെ പല മിഷൻ യാത്രകളും, ഫുൾ ടൈമർഷിപ്പിൻ്റെ ഒരു വർഷം ദിബ്രുഗാറിൽ പോയതല്ലാതെ പിന്നീടുള്ള പല യാത്രകളും നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ ചെയ്തത് പല പ്രോഗ്രാമുകൾക്ക് സഹായിക്കാനും ഒക്കെയാണ്. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളുടെ അനുഭവത്തിൽ ഞാൻ ചോദിക്കുന്നത്, ചെറുപ്പക്കാരോട് സഭ കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച്, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ വിശ്വാസ വഴിയിലേക്ക് നടത്തുന്നതോ, അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? ആദ്യമേ തന്നെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് ചെറുപ്പക്കാരും കൂടി ചേർന്നതാണ്. അവർക്ക് അതിൽ വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതൃത്വം മാത്രമല്ല ഈ ഒരു യൂത്ത് എന്ന് പറയുന്നത്, മറിച്ച് ഏത് യൂത്താണെങ്കിലും, അത് ജീസസ് യൂത്ത് ആകാം, ICYM KCYM ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ഇതൊന്നും പ്രവർത്തിക്കുന്നവരല്ലാത്തവരാണെങ്കിൽ പോലും യുവജനങ്ങൾക്ക് സഭയിൽ വലിയൊരു റോളുണ്ട് എന്നുള്ളത് അവർക്കും മനസ്സിലാക്കണം. ഒപ്പം തന്നെ മറ്റുള്ളവർക്കും തിരിച്ചറിവുണ്ടാകണം. 2, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്, അത് എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ വൈദികരും ജീസസ് യൂത്ത് നേതൃത്വം ഉണ്ടായവരും എന്നെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നിൽ അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. അന്ന് ലിൻഡോയാണ്, അച്ഛൻ ബ്രദർ ലിൻഡോ പോലുമല്ല. ലിൻഡോ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്, അത് തീർച്ചയായും ദൈവം അവനിലൂടെ പ്രവർത്തിക്കുമെന്ന് അവർക്ക് കുറച്ച് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു യുവജനങ്ങൾ എൻ്റെ ഇടവകയിലായിരുന്നപ്പോഴും, ജീസസിൽ വരുന്നതിന് മുൻപ് എൻ്റെ ഇടവക വികാരിമാർ എന്നെ ഉത്തരവാദിത്തങ്ങൾ, ഞാൻ അന്ന് 5ലും 6ലും പഠിക്കുമ്പോൾ പോലും ഇടവകയുടെ പല നേതൃത്വത്തിലേക്കും എന്നെ വിളിച്ച് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു ചെറുപ്പക്കാരും അവർ വളരണമെങ്കിൽ, അവരെ ദൈവരാജ്യത്തിലേക്ക് അവർ മുന്നോട്ട് വരണമെങ്കിൽ, അതിൻ്റെ പ്രവർത്തനങ്ങൾ മിഷണറിയായി പ്രവർത്തിക്കാൻ വരണമെങ്കിൽ അവർ തീർച്ചയായും നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അവരിൽ പൂർണ്ണമായ ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുകയും ഒപ്പം അവരിലെ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം. അവൻ തീർച്ചയായും തരും. ഒരു പക്ഷേ ചില സമയങ്ങളിലെല്ലാം നമ്മൾ വീണു പോകാം. പക്ഷേ ആ ഒരു ചെറിയൊരു വീഴ്ച അവർ പർവ്വതീകരിച്ച് അവരെല്ലാവരും മോശമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. അവരിലുള്ള പൂർണ്ണമായ ബോധ്യം നൽകുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയും ചെയ്യുക. വീണുപോയാൽ ഒന്ന് കൈപ്പിടിച്ച് അവരോടൊപ്പം ഒന്ന് കൂടെ സഹവസിക്കാനായിട്ട്, കൂടെ നടക്കാനായിട്ട് ഒരു കൂട്ടുകാരനായി
അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു സുഹൃത്തായി, ഒപ്പം തന്നെ ഒരു ഉപദേശകനേക്കാൾ അപ്പുറമായിട്ട് അവൻ്റെ ആത്മസുഹൃത്തായിട്ട് മാറുമ്പോഴാണ് ഏതൊരു യുവജനവും ഒരു നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. അടുത്തതായി വേണ്ടത്, അവൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്, ആത്മാവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും യുവജനങ്ങൾ വഴിതെറ്റിപ്പോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പതറിപ്പോകാനുള്ള ഒരു കാരണം അവരുടെ ഉള്ളിൽ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ സഹായിച്ച ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് വൈദികരാണെങ്കിലും ജീസസ് യൂത്തിലൂടെയാണ്, കരിസ്മാറ്റിക്കിലൂടെയാണെങ്കിലും ഈ ഒരു ദൈവിക ചൈതന്യം പകർന്നു തരാൻ അവരെല്ലാം സമയം കണ്ടെത്തിയിരുന്നു. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ജീസസ് യൂത്തിലാകുമ്പോഴാണ് പ്രത്യേകിച്ചും കൃത്യമായിട്ട് കുമ്പസാരത്തിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായി സമയം കണ്ടെത്തുന്നുണ്ടോ എന്നെല്ലാം അവർ ചോദിക്കാൻ തയ്യാറായിരുന്നു. അത് എൻ്റെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും അത് ദൈവികമായ ചൈതന്യത്തോടു കൂടി മാത്രമേ ഈ ഒരു സഭാപ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യം നൽകി. അപ്പോൾ ഈ ചില കാര്യങ്ങളിലൂടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു യുവജന നേതൃത്വവും യുവജന മിഷണറിമാരും തീർച്ചയായും വളർന്നു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛാ, സന്തോഷം. നമുക്ക് വളരെ ആകാംക്ഷയുണ്ട് ഈ നാഗ്പൂർ രൂപതയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ ഇത്രയും വർഷത്തെ രൂപതയിൽ ഒരു മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടർ അല്ലേ, വൈസ് റെക്ടർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രൂപതയുടെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു മിഷണറി എക്സ്പീരിയൻസ് കേൾക്കാനും രൂപതയെക്കുറിച്ച് അറിയാനും. നാഗ്പൂർ രൂപത എന്ന് പറയുന്ന 37 ഇടവകകളും ഒപ്പം തന്നെ 2 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിരൂപതയാണ്. സെൻട്രൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിരൂപതയാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഇന്ത്യ ജോഗ്രഫിക്കലി സെൻറ്ററാണ്. ഒപ്പം തന്നെ സെൻട്രൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിരൂപതയാണ് ഈ നാഗ്പൂർ എന്ന് പറയുന്നത്. ഏകദേശം 132 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു അതിരൂപതയാണത്. ഈ ഒരു സ്ഥലത്ത് പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഈ 37 ഇടവകളുണ്ടെങ്കിലും അതെല്ലാം വളരെ ദൂരമുള്ള ഇടവകളാണ്. അടുത്തടുത്ത ഇടവകൾ എന്ന് പറയുന്നത് ടൗൺഷിപ്പിനോട് ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ പലതും പല ദൂരമാണ്. പക്ഷേ അവിടെയെല്ലാം മറ്റൊരു പ്രത്യേകത, മിഷൻ എന്ന് പറയുമ്പോഴും അത് ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള മിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റീരിയർ വില്ലേജ് മിഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ഇടവകളിലും, മറ്റുള്ളതെല്ലാം ഒരു ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള കൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ജീവിത രീതി, വിശ്വാസ ശൈലി എന്ന് പറയുന്നത് ഒരു ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ജീവിതശൈലിയാണ്. അപ്പോൾ വില്ലേജുകളിലേക്ക് കടന്നു നിന്ന് മിഷൻ പ്രവർത്തനത്തെക്കാൾ അപ്പുറമായിട്ട് അവിടെ ഒരു സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ജീവിത ശൈലി നയിക്കുന്നവരുടെ ഇടയിൽ നടത്തേണ്ട മിഷൻ പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അവർക്ക് അത് പ്രചോദനം നൽകുന്ന ഒരു ജീവിതശൈലി ആകേണ്ട ഒരു മിഷണറിയാണ് അവിടെ ആവശ്യമുള്ളത്. കാരണം ഇന്നത്തെ എല്ലാവിധ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം അവർ അനുഭവിച്ചിട്ടുള്ളവരാണ്. അവരുടെ അവിടെയുള്ള ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇന്നത്തെ സമൂഹത്തിൻ്റേതായ എല്ലാവിധ ചാബല്യങ്ങളും എല്ലാവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു മിഷനാണ് അവിടെയുള്ളത്. ഒരു വില്ലേജ് ആകുമ്പോൾ വളരെ ഇന്നസെൻ്റായ വളരെ നിഷ്കളങ്കരായി ജീവിക്കുന്നവരാണ് അവിടെ. എന്നാൽ ഈ ടൗൺ ബേസ്ഡ് ആയത് വരുമ്പോൾ വളരെ ചലഞ്ചിങ് ആണ്. കാരണം അവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ സുഖസൗകര്യങ്ങളിലൂടെ വളർന്ന് അതിലൂടെ ജീവിച്ച് ഒപ്പം തന്നെ അവരുടെ ബൗദ്ധികമായ ചിന്താരീതികളും പഠനത്തിൻ്റേതായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ മിഷണറിയായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ജീവിത മാതൃക വളരെയധികം ആവശ്യമാണ്. ഒപ്പം തന്നെ നമ്മളുടെ പ്രാർത്ഥനയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു വൈദിക ജീവിതം വളരെയധികം അത്യാവശ്യം. എങ്കിൽ മാത്രമേ അവിടെ ക്രിസ്തുവിനെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അച്ഛാ, ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ അച്ഛൻ്റെ ഇപ്പോൾ ഉള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറാണ്. ഈ കുട്ടികളോടൊപ്പം ഉള്ളൊരു ജീവിതം അച്ഛനെ എങ്ങനെ സഹായിക്കുന്നു? അച്ഛൻ്റെ ജീവിതം അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുകൂടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈനർ സെമിനാരി എന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ ഫോർമേഷനാണെന്ന് പറയാം. ഒന്നാമത്തെ ഫോർമേഷൻ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായിരുന്നു. ജീസസ് യൂത്തിലായിരുന്ന സമയത്ത് ഒരു ഫോർമേഷനിലൂടെ കടന്നുപോയി. അതിനുശേഷം ഞാൻ 30ാമത്തെ വയസ്സിലാണ് വൈദിക പരിശീലനം തുടങ്ങുന്നത്.
പക്ഷെ അതിന് മുൻപേ തന്നെ എൻ്റെ ഫിലോസഫി പഠനമെല്ലാം ഞാൻ കഴിച്ചു വെച്ചിരുന്നു. ഒരു 5 വർഷം കൊണ്ട് പെട്ടെന്നൊരു അച്ഛനായതല്ല. അതിന് മുൻപ് തന്നെ ജീസസ് യൂത്തിലായിരുന്ന സമയത്ത് ജീസസ് യൂത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഞാൻ ഫിലോസഫി പഠിക്കാനായിട്ട് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലാണ് പഠിച്ചത്. അൽമായർ ആദ്യമായിട്ട് ഫിലോസഫി പഠിക്കുന്ന ഒരു സമയമാണ് അതുണ്ടായത്. ഞാനും ആനി ബേളി എന്ന് പറഞ്ഞ ചേച്ചിയും ഞങ്ങൾ രണ്ടുപേരായിരുന്നു ആദ്യമായിട്ട് അൽമായരായിട്ട് അവിടെ ഫിലോസഫി പഠിക്കാനായിട്ട് ചേർന്നത്. അന്നുള്ള പല കൂടെയുണ്ടായിരുന്ന സഹപാഠികൾ പലരും വൈദികരായി ഇന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഉള്ള എൻ്റെ ആദ്യത്തെ മൈനസ് സെമിനാരി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഇപ്പോഴുള്ള ഞാനിപ്പോൾ വൈദികനായി സേവനമനുഷ്ഠിക്കുന്ന അത് മൈനസ് സെമിനാരിയിലെ ഒരു വർഷം മൈനസ് സെമിനാരിയിൽ പരിശീലനം നടത്തിയതിന് ശേഷമാണ് ഞാൻ പിന്നെ തിയോളജി പഠിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം വൈദികനായി വീണ്ടും മൈനസ് സെമിനാരിയിലേക്ക് വന്നപ്പോൾ അതൊരു ഫോർമേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതാണ്, എൻ്റെ ജീവിതത്തെ ഞാൻ കാണുന്നത് എൻ്റെ കൂടെയുള്ള കൊച്ചു മക്കളോട് കൂടെയാണ്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നു. കാരണം ഞാൻ എപ്പോൾ വീക്കാവുന്നു, ഞാൻ എന്ന് എൻ്റെ പ്രാർത്ഥനാ ജീവിതം തളരുന്നു, അന്ന് കുട്ടികളുടെ ഇടയിലും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലും തളർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. എന്ന് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു, അവരുടെ ജീവിതം സന്തോഷമാണ്. എന്ന് ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു, എന്ന് അവരോടൊപ്പം കളിക്കുന്നു, അതെല്ലാം അവരുടെ ഇടയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഇതാണ്, ഞാനും അവരും വേറെയല്ല, മറിച്ച് എൻ്റെ ജീവിതം അവരിൽ കാണാൻ സാധിക്കുന്നു. എൻ്റെ ജീവിതം അവരെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതെല്ലാം എനിക്ക് അവരിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെ വളരാനായിട്ടാണ് ഈ ഒരു മൈനസ് സെമിനാരിയിൽ ഇപ്പോഴുള്ള ഒരു വൈസ് റെക്ടർ എന്നുള്ള സ്ഥാനത്തിലായിരിക്കുമ്പോൾ എന്നെ സഹായിക്കുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തെ വളരാനായി സാധിക്കുന്നു. ഒപ്പം തന്നെ ഒരു വൈദിക ജീവിതത്തിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ഈ ഒരു ഇവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നെ സഹായിക്കുന്നു. പലപ്പോഴും ഇവരുടെ വീടുകളിലെല്ലാം പോകുമ്പോൾ, ഇപ്പോൾ ഞങ്ങളുടെ സെമിനാരിയിൽ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആസാമിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്. കഴിഞ്ഞ വർഷം 8 സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാ വീടുകളിലും ഞാൻ പോകാറുണ്ട്. വെക്കേഷൻ സമയത്ത് ഇവരുടെ എല്ലാ വീടുകളിലും ഞാൻ സന്ദർശിക്കും. പലപ്പോഴും അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു അംഗമായിട്ട് മാറാനായി. ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു മിഷണറി ചൈതന്യം ഇതെന്നെ സഹായിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു മൈനസ് സെമിനാരിൽ വൈസ് റെക്ടറായിരിക്കുമ്പോൾ എൻ്റെ മിഷണറി തീക്ഷ്ണത ഒന്നും കൂടി കൂടാനായിട്ട് ഇതെന്നെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പറയാതെ പോകാൻ പാടില്ലാത്തൊരു കാര്യം ആർച്ച് ബിഷപ്പ് എബ്രഹാം പിരിതുളങ്ങര പിതാവിനെ കുറിച്ചായിരിക്കും. അച്ഛൻ്റെ ചില പങ്കുവയ്ക്കലുകൾ. യെസ്, പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഉള്ളിൽ ഒരു തേങ്ങലുണ്ട്. എങ്കിലും ദൈവം അദ്ദേഹത്തെ വിളിച്ചു. ഒരു നല്ലൊരു വൈദികനാകാൻ എന്നെ സഹായിക്കാനായിട്ട് ഒത്തിരി ഏറെ സഹായിച്ചത് അബ്രഹാം പിതാവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അപ്പനോട് ചേർന്നൊരു സ്നേഹം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വൈദികനാകാനായിട്ട് 30ാമത്തെ വയസ്സിൽ ഇറങ്ങിയപ്പോൾ പൂർണ്ണമായിട്ട് എന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. കാരണം പലപ്പോഴും പല രൂപതകളിൽ ചെല്ലുമ്പോൾ വൈകി ചെല്ലുന്നതുകൊണ്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒപ്പം തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് രൂപതയുടെ ചാപ്പലിൽ ഒന്നിച്ചു കൂടുമ്പോൾ അദ്ദേഹം ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അതെല്ലാം പ്രാർത്ഥനയുടെ ഒരു വൈദികനായിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നാം കാണിക്കേണ്ട വലിയൊരു ആവശ്യകത ബോധ്യമൊക്കെ നൽകിയിട്ടുള്ളതാണ്. പിന്നെ പലപ്പോഴും ഉള്ളത് ഒരു കാര്യമാണ്, ഒന്നുമില്ലാത്തൊരു സമയത്തിൽ പോലും ഉള്ളതെല്ലാം പങ്കുവയ്ക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു ജീവിത മാതൃക. കിട്ടുന്നതെന്തും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് സ്വന്തമാക്കി വെച്ചിട്ടില്ല. അത് ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് വലിയൊരു സമ്മാനം ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെല്ലുകയാണ്. വലിയൊരു പാക്കറ്റ് ഈന്തപ്പഴവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുമെല്ലാമായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. പിതാവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കാണാൻ വന്ന അദ്ദേഹം വേറൊരു കൂട്ടർ ഉണ്ടായിരുന്നു. അവർ വളരെ അകലിൽ നിന്ന് വന്നതാണ്. അവർ ക്ഷണിച്ചു വന്നതെന്ന് പിതാവിന് അറിയാം. പിതാവ് അതെടുത്ത് അവരുമായിട്ട് പങ്കുവെച്ചു. പിതാവ് ഒരിക്കലും പിതാവിൻ്റെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്ന് വെച്ചിട്ട് ഒരിക്കലും പിതാവ് അത് വെച്ചില്ല. അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതായിരുന്നു. അത് ഒരു ചെറിയൊരു ഉദാഹരണമാണ്. അതിൻ്റെ എന്ത് കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ കാണിക്കുന്ന വലിയൊരു മനസ്സ്, തുറവി, അതെല്ലാം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിതാവ് വന്നിട്ട് പുറത്ത് തട്ടിക്കൊണ്ട് സാരമില്ലട എന്ന് പറയുന്ന ഒരു അപ്പൻ്റെ ഒരു സ്നേഹമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റേതായ വിഷമം ഉണ്ട്. അപ്പൻ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും എബ്രഹാം പിതാവ് എനിക്കും വളരെ അടുപ്പമുണ്ടായിരുന്ന പിതാവാണ്. എന്നോടും ഒരു പിതാവിനെ പോലെ, ഒരു അപ്പനെ പോലെ വാത്സല്യം എന്നും കാണിച്ചിരുന്നു. പിതാവ് തീർച്ചയായിട്ടും ഒരു ട്രൂ മിഷണറി ആയിരുന്നു, ഒരു റിയൽ പാസ്റ്ററായിരുന്നു.
മറ്റൊരു സന്തോഷകരമായ കാര്യം, നാഗ്പൂർ രൂപതയ്ക്ക് പുതിയ ആർച്ച് ബിഷപ്പ് വരുന്നു. പുതിയ ആർച്ച് ബിഷപ്പ് ഇപ്പോഴത്തെ അമരാവതി ബിഷപ്പ് അല്ലേ? അതെ, ഇപ്പോൾ അമരാവതി രൂപതയുടെ ബിഷപ്പായിരിക്കുന്ന ബിഷപ്പ് എലയാസ് ഗോൺസാൽവസ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും ആർച്ച് ബിഷപ്പ് എലിയാസിൻ്റെ നേതൃത്വത്തിൽ ഇനിയും മനോഹരമായിട്ട് നാഗ്പൂർ രൂപത മുമ്പോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മറ്റൊരു ചോദ്യം, അച്ഛൻ ആ രൂപതയിലെ വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയാണ്. ഇന്ന് ഈ മിഷൻ പ്രദേശങ്ങൾ, ഒരുപക്ഷെ കേരള സൗത്ത് ഇന്ത്യക്കൊക്കെ അപ്പുറത്ത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളെ കാണുമ്പോൾ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ദൈവവിളികൾ, പ്രത്യേകിച്ച് വൈദിക ദൈവവിളികൾ ഉണ്ടാവുക എന്നുള്ളത് എത്രമാത്രം ഒരു അനിവാര്യതയാണ്, എന്തുമാത്രം ഇന്നത്തെ ഒരു നീഡാണ് ഈ മിഷനിലെല്ലാം. മിഷണറി ആയി പ്രവർത്തിക്കാനുള്ള ദൈവവിളികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഈ ഒരു വൊക്കേഷണൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലേയും കടന്നു ചെല്ലുമ്പോൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വൈദികരാകുവാനായിട്ട് ഉള്ള ദൈവവിളികൾക്ക് കുറവൊന്നുമില്ല. ദൈവവിളി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും അതിൻ്റേതായ സമയത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു മിഷൻ ഓറിയൻറ്റേഷനുമായിട്ടൊരു മിഷണറി ആയിട്ടുള്ള വൈദികർ അല്ലെങ്കിൽ സന്യസ്തർ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന് പലതായ സാഹചര്യങ്ങൾ, കാരണങ്ങൾ ഉണ്ടാകാം അത് കുറയാനായിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മിഷൻ കാര്യങ്ങളിൽ സഹായിക്കാൻ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല രീതിയിൽ ഇന്നത്തെ പലയിടത്തും കാണുന്ന ഒരു മിഷൻ ദൈവികമായുള്ള ചിന്ത അവരിലേക്ക് കൊടുക്കാനായിട്ട് പല മേഖലകളും പലരും സഹായിക്കുന്നുണ്ട്. അത് ഈ ഒരു മിഷൻ രൂപതകളിലേക്ക് അല്ലെങ്കിൽ മിഷൻ സ്ഥലങ്ങളിലേക്ക് വൈദിക സന്യസ്തരായിട്ട് പല ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ജോലിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് റിസൈൻ ചെയ്തുകൊണ്ട് പലരും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും ഇന്നത്തെ പുതിയ രീതിയിലുള്ള മിഷൻ കാര്യങ്ങൾ സഹായിക്കുന്ന കരിസ്മാറ്റിക് മുന്നേറ്റങ്ങൾ അതിനെ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ച ഒന്ന് രണ്ട് ചില വൈദിക വിളിയിലേക്ക് കടന്നു വന്നവരെ ഞാൻ ഓർക്കുന്നു. അവരെല്ലാം അവരുടെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ, അവരെവിടെ പ്രവർത്തിക്കുന്നതിനപ്പുറമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് മിഷണറി ആയിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ സമയവും സമ്പത്തും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ വരുന്നത്. അതിനെ സഹായിച്ച ഒന്ന് ഒരു ജീസസ് യൂത്ത്, അതുപോലെ തന്നെയുള്ള ഫിയാത്ത് മിഷൻ, അങ്ങനെയുള്ള പല മിഷണറി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് കരിസ്മാറ്റിക് മുന്നേറ്റങ്ങൾ ഇതിനെ സഹായിക്കുന്നുണ്ട്. അച്ഛൻ, ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, ഈ ഒരു ചെറുപ്പക്കാരനായ അച്ഛൻ്റെ വൈദിക പ്രേക്ഷിത ജീവിതത്തിൽ ഒരു വിശ്വസ്തയോടെ മുന്നോട്ട് ജീവിക്കാൻ അച്ഛൻ്റെ ഒരു ഊർജ്ജ സ്രോതസ് എന്താണ്, ശക്തി സ്രോതസ് എന്താണ്? അതിൽ ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നതാണ്. കാരണം ഒരു വിശുദ്ധ ബലിയില്ലാതെ ഒരു വൈദികൻ ഉണ്ടാകില്ല. കാരണം അവിടെയാണ് അവൻ ബലിയിലോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു വൈദികൻ്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവിടെയാണ്. കാരണം ബലി അർപ്പകനും ബലി വസ്തുമായി തീരുന്ന ഒരു സമയമെന്ന് പറയുന്നത് ബലിയാണ്. വിശുദ്ധ ബലിയില്ലെങ്കിൽ വൈദികൻ്റെ ജീവിതവും അവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലും ഞാൻ അനുഭവിക്കുന്നത് അതാണ്. രണ്ടാമത് എന്ന് പറയുന്നത് എല്ലാ ദിവസവുമുള്ള മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആരാധനയാണ്. കാരണം അത് വ്യക്തിപരമായി നടത്തുന്ന ആരാധനയായാലും അത് കമ്മ്യൂണിറ്റിയോട് ചേർന്നുകൊണ്ട് നടക്കും. വിശുദ്ധ ബലിയോട് ശേഷം ആരാധനയിൽ ചേർന്ന് ആരാധനയുടെ സമയത്തായിരിക്കും നമ്മളുണ്ടാകുന്ന വലിയൊരു ആത്മീയ നിർവൃതിയുണ്ട്. അത് എൻ്റെ ജീവിതത്തെ ഒന്ന് കണ്ണോടിക്കാനും വ്യക്തിപരമായ വിചിന്തനങ്ങൾക്കും എന്നെ സഹായിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതം എവിടെയാണെന്നുള്ളത് പിന്നെ മുടങ്ങാതെ നടത്തുന്ന കുമ്പസാരം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ആത്മീയ പിതാവുണ്ട് അവിടെ. ഞാൻ റെഗുലറായിട്ട് അവിടെ കുമ്പസാരിക്കാനായിട്ട് വൈദികൻ്റെ അടുത്ത് പോകാറുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലേക്ക് തളർച്ചകൾ വരുമ്പോൾ അതെൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് കുമ്പസാരിക്കേണ്ട സമയമായത്. അതിന് ഒരു മാസമൊന്നും അതിന് നിർബന്ധമൊന്നുമില്ല, ഒരു പക്ഷേ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കാം. എപ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു പരിശുദ്ധാത്മ പ്രചോദനം നൽകുന്നു, അപ്പോഴെല്ലാം കുമ്പസാരിക്കാനായിട്ട് പോകുന്നു. മറ്റൊന്ന് ഈ കുമ്പസാരിക്കാൻ വൈദികൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ, അത് എന്നെ സഹായിച്ചത് ജീസസ് യൂത്താണ്. പാസ്റ്ററിങ് മെൻറ്ററിങ് എന്ന് പറഞ്ഞുകൊണ്ട് ജീസസ് യൂത്തിലായിരിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് വൈദികനായതിനു ശേഷവും ഒരു ആത്മീയ നേതാവിനോട് ചേർന്നുകൊണ്ട് വളരാനായിട്ട് അതെന്നെ സഹായിക്കുന്നുണ്ട്. അടുത്തതായി എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. കാരണം അത് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് ഞാൻ മുടക്കുന്നു അന്നെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വളരെ ശക്തിയായിട്ട് വരും. കാരണം അത് വരുമ്പോൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥന എന്നും മുടങ്ങിയിട്ടുണ്ടോ അന്ന് അതിനെ അതിജീവിക്കാൻ ഞാൻ വളരെ
നഷ്ടപ്പെടുന്നതായിരിക്കും. ഈ വെള്ളത്തിലേക്ക് നീന്തലറിയാത്ത ഒരുവനെ തള്ളിവിടുന്നത് പോലെ ആ ഒരു സമയത്ത് ആകെ ഒരു വെപ്രാളം ഉണ്ടാകാറുണ്ട്. അത് തന്നെ ഓർമ്മപ്പെടുത്തും. ഇന്നത്തെ വ്യക്തിപരമായ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. അത് രാത്രിയാണെങ്കിൽ പോലും വൈകിട്ടാണെങ്കിൽ പോലും അത് രാവിലെയാണ് നടത്താറുള്ളത്. അത് പലപ്പോഴും എന്തെങ്കിലും കാരണവശാൽ വൈകിട്ടുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുൻപ് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തിയിട്ടേ അത് നടത്താറുള്ളത്. മറ്റൊന്ന് ഒരു ജപമാല എന്നുള്ളതാണ്. താങ്ക് യു അച്ഛാ. കാരണം തീർച്ചയായിട്ടും നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കണം. കൂടുതൽ കാര്യങ്ങൾ അച്ഛനോട് ചോദിക്കാനുണ്ട്, പക്ഷേ എങ്കിലും സമയത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ച് അവസാനിപ്പിക്കുന്നു. ഫാദർ ലിൻഡോയുടെ കർത്താവിനോടുള്ള ഒരു വൈദികൻ എന്ന നിലയിലുള്ള ഒരു ഒറ്റ ഒരു പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവെ, എൻ്റെ മരണവും നിൻ്റെ ബലിപീഠത്തിൽ ആക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥന കേൾക്കട്ടെ. ബലി അർപ്പിക്കുകയാണ് ഒരു വൈദികൻ എന്നതിൽ ഏറ്റവും വലുതായി കരുതുന്ന അച്ഛന് ബലിപീഠത്തിൽ മരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ഈ ശാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിൽ അച്ഛൻ്റെ 2 എപ്പിസോഡിലെയും പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.